ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകുന്നെന്ന വാട്സപ്പ് പരാതിയിൽ നടപടി തുടങ്ങിയെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നു. ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRBയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നാണ് ആര്യ പറയുന്നത്. ആര്യയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ കക്കൂസ് മാലിന്യം KRBയുടെ ഓടയിലേക്ക് ഒഴുക്കുന്നതായി വാട്സാപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നൈറ്റ് സ്ക്വാഡിനെ പരിശോധനയ്ക്കായി നിയോഗിച്ചു. സ്ക്വാഡിന്റെ പരിശോധനയിൽ പരാതി വസ്തുതയാണെന്ന് കണ്ടെത്തി. കർശനമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. നേരത്തെ ആമയിഴഞ്ചാൽ തോട്ടിൽ ജോയി എന്ന് പറയുന്ന 47 വയസ്സുകാരൻ മലിനജലത്തിൽ വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ ആര്യ രാജേന്ദ്രനും സർക്കാരിനുമെതിരെ ഉയർന്നിരുന്നു. തുടർന്നാണ് കൃത്യമായ നടപടികൾ എല്ലാ കാര്യത്തിലും കൈക്കൊള്ളാൻ ആര്യ രാജേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആര്യയുടെ പല നടപടികളും പാർട്ടിയെ തന്നെ പലപ്പോഴും വെട്ടിലാക്കിയിട്ടുണ്ട്. പാർട്ടി തന്നെ പലതിനും മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആര്യയുടെ പക്വത കുറവാണ് ഇക്കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് തന്നെ തലവേദന ഉണ്ടാക്കുന്നത് എന്നുള്ള വിമർശനം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി നടപടികൾ, തനിക്ക് വരുന്ന ഓരോ പരാതികളും കൃത്യമായി അന്വേഷിച്ച് അത് കൃത്യതയോടെ അതിനെ വിലയിരുത്തി അതിൽ നടപടിയെടുക്കാൻ ആര്യ രാജേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട ഈ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത്, പൊതുവിടത്തിൽ ഒഴുക്കുന്നത് അടക്കം കൃത്യമായ നടപടി മുഖം നോക്കാതെ എടുക്കുമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുന്നത്.